ഹായ്, ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഇന്ന് നമുക്കൊരു ബക്രീദ് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? നോമ്പുകാലത്തെ വൈകുന്നേരങ്ങളിൽ നല്ല നൈസ് പത്തിരിയുടെ കൂടെ രുചിയോടെ കഴിച്ചിരുന്ന ചിക്കൻ മുളകിട്ടത് തന്നെയാവട്ടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ചിക്കൻ മുളകിട്ടതിലേക്ക് വേണ്ടുന്ന ചേരുവകളാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇടത്തരം ഒരു 2 സവോള വളരെ നേർമയായി അരിഞ്ഞതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 5 പച്ചമുളക് നെടുകെ പിളർന്നത്, പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, മുളക് പൊടി, ഒരൽപ്പം ഉലുവ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം ഈ കറിയിൽ താളിച്ച് ചേർക്കാനുള്ളതാണ്. ഉലുവ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടുള്ള ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് സവാള ചേർക്കാം. ഇതാ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ കറിവേപ്പില, പച്ചമുളക്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും സാധാരണ നമ്മുടെ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. അതുകൊണ്ട് കറിക്ക് നല്ല നിറവും കൊഴുപ്പും കിട്ടും. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ മതി, കൂടുതലാവണ്ട. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. എന്നിട്ടൊന്നും കൂടി നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റായി. ഇത് കുഴച്ച സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ, കാരണം ഇതൊരു കുറച്ച് ഗ്രേവി ഉള്ളൊരു കറിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ചിക്കൻ വെന്തോ ഒന്ന് നോക്കാം. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് വെന്തിട്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നോമ്പ് കാലത്തൊക്കെ വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറക്കാൻ പോകുമ്പോൾ നൈസ് പത്തിരിയുടെ കൂടെ ഈ ചിക്കൻ കറി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു ഓർമ്മ കൂടി ഉണ്ട് ഈ ചിക്കൻ കറിക്ക്. ഇനി നമുക്ക് ഈ ചിക്കൻ കറി മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെക്കാം. ഇത് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് താളിച്ചൊഴിക്കണം. പാൻ ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം താളിക്കാൻ. ഇനി നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് നന്നായി മൂക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മുളകിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നത്തെ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.